ഉത്തരവാദി, നിന്റെ ഉത്തരവാദി ഞാനാണ്. 119 സങ്കീർത്തനം 122 വാക്യം. എനിക്ക് വേണ്ടത് ജാമ്യക്കാരനല്ല, എൻ്റെ അപ്പൻ എന്നെ വേണ്ട, എൻ്റെ അമ്മയ്ക്ക് എന്നെ വേണ്ട. ഞാൻ കൈകൊട്ടി ആരാധിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ സ്വന്തം മകൻ അബ്ശാലോമിന് എന്നെ വേണ്ട, രാജ്യം ഭരിക്കുന്ന ശൗലിന് എന്നെ വേണ്ട. എല്ലാവർക്കും ഞാൻ ഒരു അധികപ്പറ്റ് പോലാകുമ്പോൾ എനിക്ക് വേണ്ടത്, എനിക്കൊരു ഉത്തരവാദിയില്ല, എനിക്കൊരു ഉത്തരവാദി വേണം. ഒത്തിരി മനസ്സു നൊന്ത് ഇതിനകത്തിരിക്കുന്ന ചിലരുണ്ട്. നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണുപോലെ ഇങ്ങനെ നിറഞ്ഞാ നിൽക്കുന്നേ. ഈ സ്റ്റേജിൽ നിൽക്കുന്ന എനിക്കത് എങ്ങനെ അറിയാമെന്നറിയാമോ? ഈ ലൈറ്റിൻ്റെ വെട്ടം ചില കണ്ണിനകത്തടിക്കുമ്പോൾ അതിനകത്ത് കണ്ണുനീരുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഒരു പ്രകാശം വ്യാപരിക്കുക. ഇന്ന് രാത്രി തകർന്ന മനസ്സോടുകൂടി, ഉള്ളം തകർന്ന എല്ലാവരും എന്നെ മാറ്റി നിർത്തുകയാ പാസ്റ്ററെ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തവർ വരെ എനിക്കെതിരായിട്ട് പറയുക, എന്റെ ഹൃദയത്തിന് ഒരുപാട് മുറിവുണ്ട്, എനിക്ക് വേദനയുണ്ട് എന്ന ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രിയ മാതാവേ, പ്രിയ സഹോദരനെ, ഈ രാത്രി ദൈവം നമ്മെ വിളിച്ചു പറയാ, ഞാനാണ് നിന്റെ ഉത്തരവാദി, നിന്റെ ഉത്തരവാദി ഞാനാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, ഹൃദയം നിറഞ്ഞ ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. How beautiful words. நான் அதனுடைய தமிழ் வார்த்தை நிறைய பார்த்தேன். பொறுப்பாளர் அது பரவாயில்ல, செயலாளர் அது பரவாயில்ல, ஆனா அது போதாது. தமிழ்ல ஆங்கிலத்தில் நான் சொல்றேன், தமிழ்ல என்ன வார்த்தை வரும்னு பாருங்க, ரெஸ்பான்சிபிலிட்டி. உங்க முழுடைய உச்சந்தல இருந்து உள்ளங்கால வரைக்கும் உனக்கு தேவையான அனைத்து காரியங்களுக்கும் நான் உத்தரவாதி. மலையாளத்தில் உத்தரவாதி, தமிழ்ல ஒரு நல்ல வார்த்தை இதுவரைக்கும் கிடைக்கல பாஸ்டர். போறதுக்கு முன்னால இதான் சொல்லி கொடுங்க எனக்கு. நான் தமிழ்ல ஊழியம் செய்யும்போது நான் ரொம்ப பார்த்தேன், கிடைக்கல. Who is my responsibility? என் உத்தரவாதி யாரா? കഥ പറയാ, നിനക്ക് പഠിക്കണോ? എന്തോരെ പഠിക്കണം? ഒരു വെള്ള കോട്ടൊക്കെ ഇട്ട്, ഒരു സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് കരുത്തലിട്ട് നീ ഒരു ആശുപത്രിക്കകത്തൂടെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ആത്മാവിലൊന്ന് കാണട്ടെ. ആമേൻ. അപ്പോൾ നിന്റെ മനസ്സ് പറയും, എൻ്റെ പപ്പയ്ക്കാനുള്ള കാശില്ല, പാല ബ്രില്യൻസിൽ പോയി പഠിക്കാനുള്ള ഫീസ് ഞങ്ങളുടെ വീട്ടിലില്ല, എനിക്ക് ഭാഗ്യബാലൻസ് ഇല്ല. പക്ഷെ നിന്റെ ഉത്തരവാദി കർത്താവായാൽ, നിന്റെ സ്പോൺസർ കർത്താവായാൽ, നിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്താൽ, നിന്റെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്താൽ, ഇനി നിന്റെ വിഷയത്തിന് മേൽ നീ ഭാരപ്പെടേണ്ടി വരികയില്ല. ദൈവം അത് നിവർത്തിക്കും. ആമേൻ. നീ പ്രാർത്ഥിച്ച കാര്യമല്ലേ ദൈവം പറഞ്ഞ, മനസ്സിൽ ആഗ്രഹിച്ച കാര്യമല്ലേ? സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദാവീദിന്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, രാജാവിന്റെ എതിർപ്പ് അവനൊരു പ്രശ്നമല്ല, ഗോലിയാത്തിന്റെ എതിർപ്പ് ഒരു പ്രശ്നമല്ല, സ്വന്തം മകൻ അബ്ശാലോമിന്റെ എതിർപ്പ് അവനൊരു പ്രശ്നം അല്ല. ഞാനൊരു ദൂത് പറയാം പാസ്റ്ററെ. പാസ്റ്റർ ഒരു അൺറീച്ച്ഡ് ഏരിയയിൽ കുറ്റിച്ചൽ ശുശ്രൂഷിക്കാം, പക്ഷെ തമ്പുരാൻ പാസ്റ്ററുടെ കാര്യം ഏറ്റെടുത്താൽ, ആമേൻ, ഈ കൈക്കകത്ത് ഒരാധാരം വെച്ച് തരാനാണോ ദൈവത്തിന് ബുദ്ധിമുട്ട്? അങ്ങനൊക്കെ പരിശുദ്ധാത്മാ പറയുന്നുണ്ട്. ആമേൻ. ഒരു ചർച്ച് പണിയാൻ, അതിന് മുമ്പിൽ 5-6 വണ്ടി പാർക്ക് ചെയ്യാൻ, ഒരു ഡോക്യുമെന്റ് കയ്യിൽ തരാൻ, മേടിച്ചോണം. ഉത്തരവാദി സ്വർഗത്തിലുണ്ട്. ഉത്തരവാദി, എന്റെ ഉത്തരവാദി. ആമേൻ. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ ഇവിടെ വന്ന് നിന്ന്
കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവോ അനുഗ്രഹിക്കാതിരിക്കുവോ, നിങ്ങൾ പോവുമോ വരുവോ, ദേ ഞാൻ പോകുന്നു. അതാണോ പ്രസംഗം? ഒരു ഭയങ്കര ആരാധന, തീ പിടിച്ച ആരാധന, എല്ലാം കത്തി. പ്രസംഗം തന്നു ഒരു ഊതിയപ്പം പറന്നു പോകുന്ന കുറെ ചാരം മാത്രം. അതെന്നാ ശുശ്രൂഷയാ? കൺവെൻഷൻ കഴിഞ്ഞാലും പെറുക്കിയെടുക്കാൻ കുറച്ച് കനൽ വേണം. അനൽ ആമ കുറച്ച് തീ കട്ട. കൈ പൊള്ളുന്ന ചാരം തോണ്ടുമ്പം കൈ പൊള്ളുന്ന കുറച്ച് കനൽ വേണം, കുറച്ച് ദൂത് വേണം, നിന്നെ ബലപ്പെടുത്തുന്ന കുറച്ച് ദൂത് വേണം, നിന്റെ അകത്ത് തൊടുന്ന ചില ദൂത് വേണം, നിന്നെ സ്പർശിക്കുന്ന ചില ആലോചന വേണം. പറയണം. ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ ദൈവം എന്നോട് ഇടപെട്ടു. ആ ദൂത് എന്നോടായിരുന്നു. പറയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പറ, ആ ദൂത് എന്നോടായിരുന്നു. ഇടനിലക്കാരൻ എനിക്കാ വേണ്ടത്, ജാമ്യക്കാരൻ എന്നെയാ, ഉത്തരവാദി എന്നെയാ. സ്തോത്രം.